താമരശ്ശേരിയിൽ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് നേരെ നടന്നത് ആസൂത്രിത ആക്രമണമെന്ന് DIG യതീഷ് ചന്ദ്ര. സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യകവചമാക്കി ആക്രമണം നടത്തി. പിന്നിൽ ചില തൽപര കക്ഷികളുണ്ടെന്നും അവരെ തിരിച്ചറിഞ്ഞെന്നും അദ്ദേഹം അറിയിച്ചു. പ്രതിഷേധക്കാർ ഫ്രഷ് കട്ട് ഫാക്ടറിക്ക് തീയിടുകയും പോലീസുകാരെ ഉൾപ്പെടെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഓമശ്ശേരി, താമരശ്ശേരി, കോടഞ്ചേരി പഞ്ചായത്തുകളുടെയും കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ വിവിധ വാർഡുകളിലും നാളെ ഹർത്താലിന് ആഹ്വാനമുണ്ട്. താമരശ്ശേരി കട്ടിപ്പാറ അമ്പായത്തോടിന് സമീപമുള്ള ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ നാട്ടുകാർ നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പ്രതിഷേധം മറികടന്നു പോകാൻ ശ്രമിച്ച കമ്പനി വാഹനത്തിന് നേരെ നാട്ടുകാർ കല്ലെറിഞ്ഞു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് നിരവധി തവണ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. തുടർന്ന് പിരിഞ്ഞു പോകാതിരുന്ന പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. പ്രകോപിതരായ പ്രതിഷേധക്കാർ ഫാക്ടറിക്ക് തീയിട്ടു. തുടർന്നുണ്ടായ സംഘർഷത്തിൽ കോഴിക്കോട് റൂറൽ SP ഉൾപ്പെടെ നിരവധി പോലീസുകാർക്കും സമരക്കാർക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ താമരശ്ശേരി താലൂക്ക് ആശുപത്രി ഉൾപ്പെടെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ ശക്തമായ സമരവുമായി രംഗത്തെത്തിയത്. നേരത്തെയും ഫ്രഷ് കട്ട് അറവുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രദേശവാസികളിൽ നിന്നും ഉയർന്നിരുന്നു. 3 പഞ്ചായത്തുകളിലെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നതാണ് ഇവിടത്തെ വമിക്കുന്ന ദുർഗന്ധമെന്നാണ് പരാതി. ഫാക്ടറിയിൽ നിന്നും പുറത്തുവരുന്ന ദുർഗന്ധത്തിന് പരിഹാരം ഇല്ലാതായതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഫാക്ടറി പൂർണ്ണമായും അടച്ചുപൂട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, കോഴിക്കോട്. വിവരങ്ങളുമായി രമ്യാദാസ് ഒപ്പം ചേരുന്നു. രമ്യ, എന്താണ് അവിടെ സംഭവിച്ചത്? പോലീസ് എന്തു പറയുന്നു? കൃഷ്ണരാജ്, ഈ താമരശ്ശേരി കട്ടിപ്പാറ അമ്പായത്തോടിന് സമീപമുള്ള ഈ ഇറച്ചിപ്പാറ ഫ്രഷ് കട്ട് ഒരു ഫാക്ടറി ഉണ്ട്. മാലിന്യ സംസ്കരണ ഫാക്ടറിയാണ്. ഈ മാലിന്യ ഫാക്ടറിക്കെതിരെ നിരവധി കാലങ്ങളായിട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ തോതിൽ തന്നെ പ്രതിഷേധം നടക്കുന്നുണ്ട്. അതായത് വലിയ തോതിലുള്ള ദുർഗന്ധമാണ് ഈ ഫാക്ടറിയിൽ നിന്നും പുറന്തള്ളുന്നത്. അതുപോലെ തന്നെ മാലിന്യമുണ്ട്, ജലാശയങ്ങൾ ഉൾപ്പെടെ മലിനമാക്കുന്ന രീതിയാണ് എന്നൊക്കെ പറഞ്ഞാണ് നിരവധി കാലങ്ങളായിട്ട് ഇത്തരത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധം അവിടെ നടന്നിരുന്നു. അതാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിൽ ഒരു കലാശിച്ചത്. ഇന്നിപ്പോ അവിടെ നടന്ന പ്രതിഷേധത്തിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. ഇന്ന് വൈകുന്നേരത്തോടെ ആയിരുന്നു ഇത്തരത്തിൽ ഈ പ്രതിഷേധക്കാർ ഇന്ന് രാവിലെ തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധം ഈ ഫ്രഷ് കട്ടിനെതിരെ നിലനിന്നിരുന്നു. എന്നാൽ വൈകിട്ടോടുകൂടി ഈ സമരം ശക്തമാകുകയും വലിയ തോതിലുള്ള പ്രതിഷേധം പോലീസും അതുപോലെ തന്നെ സമരക്കാരും നേർക്കൊന്നേർ ഏറ്റുമുട്ടുന്ന ഒരു പ്രതിഷേധവുമായി ആണ് വൈകിട്ടോടുകൂടി ഉണ്ടായത്. ഈ പ്രതിഷേധം മറികടന്നുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധിക്കുമ്പോൾ അത് മറികടന്നുകൊണ്ട് അവിടേക്ക് ഫ്രഷ് കട്ടിന്റെ ഒരു വാഹനം വരുന്നുണ്ടായിരുന്നു. ഇത് നാട്ടുകാർ തടയുകയും പിന്നീട് കല്ലെറിയുകയും ഉണ്ടായി. തുടർന്ന് പോലീസ് നിരവധി തവണ ഈ പ്രതിഷേധക്കാർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. തുടർന്ന് ഈ പിരിഞ്ഞു പോകാതിരുന്ന ഈ പ്രതിഷേധക്കാർക്ക് നേരെയായിരുന്നു പോലീസ് വീണ്ടും ലാത്തിച്ചാർജ് നടത്തിയത്. ഇതിൽ പ്രകോപിതരായ നാട്ടുകാരാണ് ഈ വാഹനത്തിനും അതുപോലെ തന്നെ ഫാക്ടറിക്കും തീയിടുകയാണ് ഉണ്ടായത്. പിന്നീട് നടന്ന സംഘർഷത്തിൽ വിവരങ്ങൾ നൽകുകയായിരുന്നു രമ്യാദാസ്.